ആലപ്പുഴ സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തു. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണം പുറത്തെടുത്തത്. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എന്തായാലും ആശ്വാസകരം തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസം. എങ്കിലും ഈ അനാസ്ഥയെപ്പറ്റി പറയാതെ പോകാൻ കഴിയില്ല. ഉഷയുടെ ആരോഗ്യനിലയെപ്പറ്റി അമൃത ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? ഒപ്പം ഈ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണം മറന്നുവെച്ച സംഭവത്തിൽ എന്ത് ന്യായീകരണങ്ങൾ നൽകി മെഴുകുകയാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പും സർക്കാരും? അശ്വതി, ഇക്കാര്യത്തിൽ ഒരു വലിയ ആശ്വാസം. കാരണം നേരത്തെ അവരനുഭവിച്ച ഒരു വേദനകളുമായി ബന്ധിപ്പിച്ച് നോക്കാൻ നേരത്തെ ആശങ്കകളും അതുമായി ബന്ധപ്പെട്ട ആശുപത്രി വാസങ്ങളും ഏറെ നാൾ ഈ ചികിത്സയും മറ്റുമായി പോയതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ആശ്വാസം അവർക്ക് ഉണ്ടായിരിക്കുന്നു. കാരണം ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഈ വിധത്തിലുള്ള വലിയ വീഴ്ചയുടെ ഇരയായി മാറേണ്ടി വന്നു. അതിൻ്റെ ദുരനുഭവങ്ങളെല്ലാം ഉണ്ടായി എങ്കിൽ കൂടി ആ കത്രിക വിജയകരമായി തന്നെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് വലിയൊരു ആശ്വാസമാകുന്നത്. ആലപ്പുഴ സ്വദേശി ഉഷ ജോസഫിൻ്റെ വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്തു. ആ ശസ്ത്രക്രിയ വിജയകരമാണ് എന്നത് തന്നെയാണ് അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉഷയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ നിൽക്കുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണമാണ് പുറത്തെടുത്തത്. ഈ ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന ഈ ഉപകരണമാണ് ഉഷയുടെ വയറ്റിൽ കുടുങ്ങിയത്. അതിനുശേഷം പോലും അത് അത്തരമൊരു ഉപകരണം കുടുങ്ങിയത് സമ്മതിക്കാൻ ഡോക്ടർ അടക്കം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ചില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ന്യായങ്ങളും ന്യായീകരണങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുന്ന ഒരു ഡോക്ടറെയാണ് കണ്ടത്. പിന്നീട് അത്തരത്തിൽ തന്നെ ആ ഡോക്ടർ എങ്ങനെയാണോ പെരുമാറിയത് അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാതെ പെരുമാറുന്ന ആരോഗ്യമന്ത്രിയെയും കണ്ടു. പല ഘട്ടങ്ങളിലും ആരോഗ്യമന്ത്രിയുടെ പ്രകടനങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു. മുമ്പ് മാധ്യമപ്രവർത്തകയാണ് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്കുണ്ടാകുന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ തൻ്റെ നോട്ടപ്പെശകോ, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ താൻ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് പൂർണ്ണമായും നിറവേറ്റാതെയുള്ള വീഴ്ചകളും എല്ലാം തന്നെ മറച്ചുവെക്കാനായിരുന്നു ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ശ്രമിച്ചിരുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിരുന്നത്. 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇനിയും ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല എന്നത് തന്നെയായിരുന്നു ഉഷയാണെങ്കിലും അവർക്ക് പിന്തുണയും അർപ്പിച്ചെത്തിയ ജനപ്രതിനിധികളാണെങ്കിലും എല്ലാം തന്നെ തീരുമാനിച്ചത്. അങ്ങനെയാണ് അമൃത ആശുപത്രിയിൽ സർക്കാർ ഡോക്ടർമാരുടെ തന്നെ ഒരു മേൽനോട്ടത്തിൽ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെ കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോസ് വിഭാഗം, സർജറി വിഭാഗം ഡോക്ടർ OV സുധീർ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ KV സഞ്ജീവൻ, ഗൈനക്കോളജി വിഭാഗം മേധാവി രാധാമണി K എന്നിവരെല്ലാം തന്നെ അവരുടെ നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 വർഷം മുമ്പാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ചികിത്സാ പിഴവിൻ്റെ ഇരയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ആൾക്ക് ഉണ്ടാകുന്നത്. ഈ ഉഷാകുമാരിക്ക് ഇത്തരത്തിൽ ഒരു അപകടം ഉഷ ജോസഫിന് ഉണ്ടാകുന്നതും തുടർന്ന് കാലങ്ങളോളം അവർ പലവിധത്തിലുള്ള രക്തം പോകുന്നു, വയറ്റിൽ വയറുവേദന, നിർത്താതെയുള്ള വയറുവേദന അടക്കമുള്ള കാര്യങ്ങൾക്ക് ചികിത്സ നടത്തുകയും ഒരു ഘട്ടത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് പോലും കുറേ കാലങ്ങളോളം പരിശോധിച്ച ഡോക്ടർമാർക്കൊന്നും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. ഇതാണ് കത്രികയാണ് വയറ്റിനുള്ളിൽ എന്ന് ഒരു മനസ്സിലാക്കിയപ്പോൾ, എന്താണ് അസുഖമെന്ന് മനസ്സിലാക്കിയപ്പോൾ പോലും വലിയൊരു ആശ്വാസമായിരുന്നു എന്ന് ഉഷ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ കാരണങ്ങൾ ഒരു ഘട്ടത്തിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നടപടി എടുത്തു വരികയാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ ശക്തമായി എടുക്കാൻ പോകുന്നത്, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി എടുക്കുന്നു എന്നതെല്ലാം തന്നെ ഇനിയും എത്ര ഉഷമാർ, ഇനിയും എത്ര ഹർഷനമാർ, ഇനിയും എത്ര പേരാണ് ഇതുപോലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പരാതികളുമായി മുന്നോട്ട് വരാനുള്ളത്, അതൊക്കെ കാത്തിരുന്ന് കാണണം. ജിജീഷ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ജിജീഷ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്.